+1 ലാസ്റ്റ് പരീക്ഷയായ ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഈ ബാച്ചിന് മാത്രം വന്ന പ്രത്യേക ചില കാര്യങ്ങള് പ്രശ്നങ്ങളെ കൊണ്ട് നിങ്ങൾ ഈ 5 വലിയ മിസ്റ്റേക്കുകൾ ചെയ്ത് ഈ പരീക്ഷ മൊത്തം ചീറ്റി പോകാൻ വലിയ ചാൻസ് ഉണ്ട്. ഇംഗ്ലീഷ് അല്ലേ അത് ഈസിയാ? അല്ല, ഇംഗ്ലീഷ് ആണ് മാത്സിനെക്കാട്ടും ഫിസിക്സിനെക്കാട്ടും കെമിസ്ട്രിനെക്കാട്ടും ഏറ്റവും ഇമ്പോർട്ടന്റ്. വിശ്വാസമായില്ലേ? ഇപ്പൊ കുറച്ച് സമയത്തുള്ള ഞാൻ തെളിവ് സഹിതം കാണിച്ചു തരാം. ഫുൾ A+ വേണ്ടി എങ്ങനെ ഈ വലിയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്കിപ്പ് ചെയ്ത് കളിച്ചാൽ ഒരു കോപ്പ് മനസ്സിലാകത്തില്ല. ഒന്നാമത്തെ കാര്യം, എല്ലാരും പറയും ചാപ്റ്റർ വായിക്കുന്ന കഥ, പോയം ഇതെല്ലാം ടെക്സ്റ്റിലുള്ളത് മൊത്തം വായിക്കാൻ പറയും. പക്ഷേ ഈ സമയത്ത് ഒരു പ്രത്യേക രീതിയിലല്ലാതെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്നതല്ല, അത് തുറന്നു നോക്കുന്ന പോലും ഭയങ്കരമായിട്ട് നെഗറ്റീവ് എഫക്ട് ചെയ്യും. അതെന്നാ ഞാനും ആദ്യം ഓർത്തത് എല്ലാ ചാപ്റ്ററും വായിച്ച് എല്ലാം തീർക്കാം, അപ്പൊ മൊത്തം ടെക്സ്റ്റും പഠിച്ചു, ഫുൾ മാർക്ക്. പക്ഷെ വലിയൊരു പ്രശ്നമുണ്ട് അവിടെ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ പരീക്ഷയ്ക്ക് പോയിരുന്ന പേപ്പർ കിട്ടി. അതിങ്ങനെ വായിക്കുമ്പോ ദൈവമേ ഇതൊക്കെ എന്നാ, എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, ഇത്രയും പഠിച്ചത് വേസ്റ്റോ. സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് ഇംഗ്ലീഷ് പരീക്ഷയുടെ ഓർഗാനിക് കെമിസ്ട്രി ഇക്വേഷൻസ് പഠിക്കാതെ പോയി. ഇതോടാണ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എവിടെയാണ് ഓർഗാനിക് ഇക്വേഷൻസ് വന്നേ? എന്നാലുണ്ട്. ഇതെല്ലാം എങ്ങനെ തുടങ്ങണം, നടുക്ക് എങ്ങനെ എഴുതണം, ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് കുറച്ചെടുക്കണം, സമ്മറിന്ന് അവിടുന്ന് കുറച്ചെടുക്കണം, ക്വസ്റ്റ്യനിന്ന് അങ്ങനെ എടുത്ത് ഈ കൺക്ലൂഷനും ഇട്ട് അവസാനിപ്പിക്കണം. എന്നാൽ കൃത്യം ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയില്ലേ, അവിടുന്ന് കുറച്ചെടുക്കണം ഇവിടുന്ന് കുറച്ചെടുക്കണമെന്ന്. ഇത് എക്സാക്ട് ആയിട്ട് എവിടെ നോക്കി എത്ര എഴുതിയാൽ A+നുള്ള സാധനം എഴുതാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് വെയിറ്റ് ചെയ്യുക, അത് വഴിയേ പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും പാടും തെറ്റിപ്പോയി മൊത്തം മാർക്കും പോകുന്നതായിരുന്നു ഗ്രാമർ. ഭയങ്കര ടെൻഷനായിരുന്നു. ഒറ്റ കാര്യം കൊണ്ട് സോൾവ് ആക്കാം. എക്സാമിനറിന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടോ? അതിൽ മെയിൻ ആയിട്ട് അവർ വലിയൊരു കാര്യം പറയുന്നുണ്ട്. ഗ്രാമർ കൂടുതൽ മാർക്കിന് ചോദിക്കത്തില്ല, ഇനി ചോദിച്ചാൽ തന്നെ ആ ടെക്സ്റ്റ് ബുക്കിലെ കറക്റ്റ് കുറച്ച് സ്ഥലങ്ങളെ ചോദിക്കത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം നിങ്ങൾ തന്നെ പഠിക്കാൻ പോയാൽ കുറച്ച് മാർക്കിന് വേണ്ടി കൂടുതൽ ടൈമും എഫേർട്ട് കളയേണ്ടി വരും, ഒന്നും മനസ്സിലാകത്തുമില്ല. സോ എക്സാമിനറിന്റെ ഗ്രാമർ വീഡിയോ കണ്ടാൽ തന്നെ ധാരാളം. മെയിൻ കാര്യം നേരത്തെ പറഞ്ഞ് മറന്നുപോയോ? എവിടെ നോക്കി പഠിച്ച ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് അധികം എടുക്കാതെ ഫുൾ മാർക്ക് മേടിക്കാം, ഒരു മാർക്ക് പോലും പോകാതെ. ശ്രദ്ധിക്കുക, ഏത് പാഠം പഠിച്ചാലും ഓതേഴ്സിന്റെ നെയിം ഫസ്റ്റ്, പിന്നെ പാഠം സമ്മറി മൊത്തം. ഈ സമ്മറിയിലെ പല പാരഗ്രാഫുകൾ സെന്റൻസുകളുമാണ് അതേപടി പരീക്ഷ പേപ്പറിൽ എഴുതി വെച്ച് ഫുൾ മാർക്ക് മേടിക്കാൻ പോകുന്നത്. ഈ മെയിൻ കാര്യം, ഈ സൈഡിലുള്ള ഈ ക്വസ്റ്റ്യൻസ് മൊത്തം നിർബന്ധമായിട്ടും പഠിക്കണം. ഇതേ സെയിം റീസൺ തന്നെ. നീ എവിടുന്ന് എന്നാ ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാം. ഇനി റിവ്യൂ, പിന്നെ ഇത് ചുമ്മാ നോക്കി വെച്ചാൽ മതി. പിന്നെ ഇത് തിങ്ക് ആൻഡ് റീഡ് എന്തായാലും പഠിക്കണം. റൈറ്റിംഗ് പരമായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ഈസി ഫുൾ മാർക്ക് മേടിക്കാം. ലാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കണം. 80% ക്വസ്റ്റ്യൻസും അതേപോലെ അല്ലെങ്കിൽ കുറച്ച് മാറ്റി ചോദിക്കും, ബാക്കി കുറച്ച് പാറ്റേൺ മാറത്തുള്ളൂ. അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പഠിച്ച കറക്റ്റ് മെറ്റീരിയൽസ് എഴുതി ഫുൾ മാർക്ക് മേടിക്കാം. ഇനിയാണ് ഈ ഫുൾ വീഡിയോയിലെ മെയിൻ കാര്യത്തിലേക്ക് പോകാൻ പോകുന്നത്. മൂന്നാമത്തെ കാര്യം, ഞാൻ +1 ഇംഗ്ലീഷ് തോക്കേണ്ടതായിരുന്നു, പക്ഷേ A+ കിട്ടി. അതെങ്ങനെ? കുറച്ച് വ്യത്യാസം ഉണ്ടായിരുന്നു ഇത് രണ്ടും തമ്മിൽ. ഞാൻ ഓർത്തു, പരീക്ഷ തീരാറായില്ലേ, ടഫ് സബ്ജക്റ്റുള്ള എഴുതി മടുത്തു, എനിക്കൊന്ന് ഉറങ്ങണം, ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇംഗ്ലീഷ് അല്ലേ, അത് ഈസിയാ, ഒന്നും പഠിച്ചില്ലല്ലോ A+ കിട്ടും. ഏറ്റവും വലിയ പൊട്ടത്തരം. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് പോകും, പേപ്പർ കിട്ടുമ്പോൾ വായും പൊളിച്ചിരിക്കുകയും ചെയ്യും. മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റ്. ഇത് ഈസി A+ തന്നെയാണ്, പക്ഷേ കുറച്ച് കഷ്ടപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചാൽ ഫുൾ മാർക്ക് വരെയും കിട്ടും. അല്ലെങ്കിൽ ഈസി A+ പോയല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വലിയ റിഗ്രറ്റ് വരും. ഇപ്പൊ ഈ 2-3 ദിവസത്തേക്ക് മാത്രം പിടിച്ചു നിൽക്കുക. അടുത്തെങ്കിൽ ബോറിംഗ് ബ്രേക്ക് ടെക്നിക്സ്, പവർ നാപ്പ് എല്ലാം ഉപയോഗിച്ച് മൈൻഡ് ഫ്രഷ് ആക്ക്, A+ മേടിക്കാൻ പറ്റും. നാലാമത്തെ കാര്യം, നിങ്ങൾ ഇത്രയും ചെയ്തിട്ട് ഇത് പോയി തെറ്റിച്ച് പരീക്ഷയ്ക്ക് ചെയ്താൽ ഇതെല്ലാം വെറുതെ ആവും. എനിക്ക് A+ കിട്ടാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. ഞാൻ ഓർത്ത് ശരി, ഒരു മാർക്ക് ക്വസ്റ്റ്യൻ 5 മിനിറ്റ് മതി, 2:30 തൊട്ട് 2:35 വരെ. പിന്നെ അടുത്തതിന് ഇത്ര ടൈം മതി. 4 മാർക്കാണെങ്കിലോ ഒരു പേജിന്റെ ഒറ്റ സൈഡാണ്, സോ ഇത്ര ടൈം വേണം. ഇനി 6 മാർക്കിൻ്റെതാണല്ലോ 1.5 പേജ്. 8ന്റെ ആണെങ്കിൽ ഒരു പേജിന്റെ അപ്പുറം ഇപ്പുറം 2 എഴുതണം, അപ്പൊ അതിന് കുറച്ച് എക്സ്ട്രാ ടൈം കൊടുക്കണം. ഇതുപോലെ മിനി ഡെഡ് ലൈൻസ് ഉണ്ടാക്കി കറക്റ്റ് അത് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിനും B+ കിട്ടുന്നതിനും ഇതായിരിക്കും ഒറ്റൊരു വ്യത്യാസമായിട്ടുള്ളത്. എല്ലാ സബ്ജക്റ്റിലുള്ള കംപ്ലീറ്റ് ചാപ്റ്ററിലെയും എല്ലാ ഫോർമുലാസ്, റിയാക്ഷൻസ്, ഡെറിവേഷൻസ് അങ്ങനെ കാണാതെ പഠിക്കേണ്ടതെല്ലാം പെട്ടെന്ന് പഠിച്ച് ജീവിതകാലം മൊത്തം ഓർത്തിരിക്കാൻ ഇതിലും ബെസ്റ്റ് മെമ്മറി ട്രിക്സ്, നിമോണിക്സ്, പാറ്റേൺസ് എല്ലാം +2 മൊത്തം ഞാൻ നിങ്ങൾക്ക് തരാം. ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണെങ്കിൽ +2 നിങ്ങൾക്ക് 10 മടങ്ങ് എളുപ്പത്തിൽ തീർക്കാം. ഏറ്റവും വലിയ മണ്ടനായിരുന്നു ഞാൻ മേടിച്ച പോലെ ആർക്ക് വേണേലും ഫുൾ A+ മേടിക്കാം. ഇതുകൊണ്ടേലും സ്കൂളിലെ ടീച്ചർ പഠിപ്പിക്കുകയാണെങ്കിലും വേറെ ഏത് ട്യൂഷന് പഠിപ്പിക്കുകയാണെങ്കിലും 10 മടങ്ങ് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ജീവിതം മൊത്തം എഴുതാമോ ഏത് പരീക്ഷയ്ക്ക് ഇത് ഓർത്തെടുക്കാം. എന്നാൽ ഇത് മാത്രമല്ല, ലാസ്റ്റ് മെയിൻ കാര്യം, ഇതെല്ലാം കൂടി ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത നിങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഫുള്ള് ചീറ്റി പോകും. ഫുൾ A+ കിട്ടുന്നതിന് തടയുന്ന A to Z പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ തന്ന് ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്ന് ഫുൾ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തന്ന് രാവിലെ നിങ്ങളെ വിളിച്ചെഴുന്നേപ്പിച്ച് സ്റ്റഡീസിലെ ഡൗട്ട് സോൾവിങ്, അക്കൗണ്ടബിലിറ്റി കോച്ച്, ഡയറക്റ്റ് കോൾസ് ഇതെല്ലാം തന്ന് ഞാൻ ചെയ്ത ടിപ്സും ട്രിക്സും എല്ലാം പറഞ്ഞുതരാം. ഈ നമ്പർ വാട്സ്ആപ്പ് ചെയ്യേ. ചാനൽ വീഡിയോസ് എല്ലാം കണ്ട് വിശ്വാസമായിട്ട് മതി. നിങ്ങൾ +1 സ്റ്റുഡന്റ് ആണെങ്കിൽ ഇപ്പോൾ ഇതെല്ലാം വലിയ ഡിസ്കൗണ്ട് കിട്ടും. പെട്ടെന്ന് മെസ്സേജ് അയക്കുക.